ശബരിമലയിൽ ഇരട്ട കുട്ടികൾക്ക് ചോറൂട. തിരുവനന്തപുരം നേമത്തെ ഗിരീഷിന്റെ മക്കളായ ധ്രുവ്, മാധവ് എന്നിവരാണ് നാവിൽ ആദ്യ മധുരവും പുളിയും നുകർന്നത്. ഉപ്പിൽ മുക്കി ചോറ് നൽകുന്നത് ശബരിമലയിലെ പ്രത്യേകതയാണ്. കഠിനമായ മലകയറ്റത്തിന് ശേഷം കുരുന്നുകൾ ചോറൂണിന് സന്നിധാനത്തെത്തുന്നത് കൗതുകമുള്ള കാഴ്ചയാണ്. അച്ഛന്റെ മടിയിലിരുന്ന് ചോറുണ്ണുമ്പോൾ അങ്ങകലെ അമ്മയുടെ പ്രാർത്ഥന. ശബരിമലയിലെ ചോറൂണ് ചടങ്ങിന്റെ മാത്രം പ്രത്യേകതയാണിത്. അച്ഛൻ്റെയോ മുത്തച്ഛൻ്റെയോ മുത്തശ്ശിയുടെയോ മടിയിലിരുന്ന് കൊടിമരത്തിന് താഴെയാണ് ചോറൂണ് നടത്തുക. ശബരിമലയിൽ ചോറ് കൊടുക്കണമെന്ന അതിയായ ആഗ്രഹവുമായാണ് ഭക്തർ കുരുന്നുകൾക്കൊപ്പം മല കയറുന്നത്. 5 മാസം മുതൽ പ്രായമുള്ള കുരുന്നുകൾക്കാണ് ചോറ് നൽകുന്നത്. ഗിരീഷിന്റെ ഭാര്യയ്ക്ക് പ്രസവവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായി. ഇതോടെയുള്ള പ്രാർത്ഥനയാണ് സഫലമായത്. ട്വിൻസ് ആണെന്ന് അറിഞ്ഞപ്പോൾ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓക്കെ ആയി മാറ്റാൻ അതിന് വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നത്. തിരക്ക് കാരണം ഞാൻ പോസ്റ്റ്പോൺ ചെയ്താലും ആലോചിച്ചു. എന്നാലും വന്ന് നോക്കാം, പറ്റുകയാണെങ്കിൽ കയറാമെന്ന് വെച്ചാൽ അങ്ങനെ വന്നത്. എത്തി. ദീർഘനാളത്തെ പ്രാർത്ഥനാ സാഫല്യം കൂടിയാണ് പലർക്കും ഈ ചടങ്ങ്. കുഞ്ഞുങ്ങളില്ലാതിരുന്ന് കിട്ടിയാണ് 10 വർഷം. അങ്ങനെ കിട്ടിയാണ് അയ്യപ്പന് അതേ ചോറ് കൊടുക്കാന്ന്. കന്നി കർക്കിടകം മാസങ്ങളൊഴിച്ച് എല്ലാ മാസപൂജയ്ക്കും നിരവധി കുട്ടികൾ ഇവിടെ ചോറൂണ് നടത്താൻ എത്താറുണ്ട്. സന്നിധാനത്തെ ചോറൂണ് ചടങ്ങുകൾക്കും പ്രത്യേകതകളുണ്ട്. നാക്കിലയിലാണ് കുട്ടികൾക്ക് പായസവും ചോറും നൽകുന്നത്. രാവിലെ ഉഷപൂജയ്ക്ക് നേദിക്കുന്ന ഉഷപായസവും ചോറും ഉപ്പും പുളിയുമാണ് കൊടുക്കുക. തുടർന്ന് നാവിൽ ആദ്യ മധുരവും പുളിയും നുകർന്ന് അയ്യപ്പനെ തൊഴും. ശേഷം സോപാനത്തിൽ നിന്ന് അച്ഛൻ്റെ തോളിലേറി പമ്പയിൽ കാത്തിരിക്കുന്ന അമ്മയ്ക്കരികിലേക്ക് മടങ്ങും. ന്യൂസ് മലയാളം, സന്നിധാനം.